ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എനിക്ക് 1/2 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡറായിട്ടുള്ളത്. സ്പഞ്ചൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. 1/2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ 1/2 സ്പൂണ് വാനില എസൻസ്, 2-3 ഡ്രോപ്പ് മിൽക്ക് എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അരിച്ച് മാറ്റി വെച്ച് പൊടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഓവനിലൊന്നുമല്ല കേക്ക് വേവിച്ചെടുക്കുന്നത്, ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹെയർ റോൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. ഇത് കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടൊന്ന് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ചൂടാറി കട്ട് ചെയ്തെടുത്ത് നമുക്ക് കേക്കൊന്ന് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പൊക്കെ കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാലും പഞ്ചസാരയും വെള്ളവും അല്പം ക്രീമും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാറ്. ഫസ്റ്റ് ലെയറൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. ഇതുപോലെ 3 ലെയറൊക്കെ ഒന്ന് ചെയ്തെടുത്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഫില്ലിങ്ങിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ബൂസ്റ്റും മിൽക്ക് മെയ്ഡും കൂടിയാണ് കേട്ടോ ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് വെക്കാം കേട്ടോ. ഈ ഡിസൈൻ എനിക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്താലൊന്നും ശരിയാവില്ല. അപ്പോൾ എല്ലാ കേക്കിലും ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്യുന്ന മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഒരു ടൈമിൽ കേക്ക് ചെയ്യുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. അതാണിത് ചെയ്തതുപോലെ
അതേപോലെ ആ ബട്ടർഫ്ലൈ മോഡലിലെ കേക്ക്, ആ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചെയ്താൽ അത്രയും ശരിയാവലില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. ചെയ്ത എക്സ്പീരിയൻസ് ആയാലും വേറെ കേക്ക് മേലൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ